നമ്മൾ ഈ ഒരു വിധേയത്വമുള്ളത്. അത് ഇന്നുമുണ്ട്. അതിനെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ്. ഒരു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരോടൊരു സ്നേഹം. ഇപ്പം മലയാളികൾ നമുക്കാണെങ്കിലും മലയാള ഭാഷയുടെ വൃത്തമോ കലകളോ അല്ലെങ്കിൽ ഭാഷയുടെ രീതികളോ ഭാഷാ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് അറിയുകയും വേണ്ട. ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് നല്ലൊരു ഭാഷയാണ് കേട്ടോ. ഭാഷയല്ല ഞാൻ പറയുന്നത്, ആ ഒരു സംസ്കാരത്തെയാണ് ഞാൻ പറയുന്നത്. അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഭാഷ എന്നുള്ള രീതിയിൽ നല്ല ഗംഭീര ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ നമ്മൾ ഇവിടുത്തെ വിഷയം അതല്ല. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോട് തോന്നുന്ന ഒരു സ്നേഹം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് വേർഡ്സുകൾ ഉപയോഗിക്കുന്നതിനോടുള്ള ഒരു സ്നേഹം, എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ഒരു സായിപ്പ് പറഞ്ഞ അല്ലെ ഒരു സായിപ്പിൻ്റെ പേരുള്ള ഒരാളുടെ ഒരു ബുക്ക് കോട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാനുള്ളൊരു, നമ്മളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ്. വ്യാസൻ പറഞ്ഞ വേദം അല്ല വ്യാസഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുച്ഛവും, അതേസമയത്ത് ഈ പറഞ്ഞ മാക്സ് മുള്ളർ വേദത്തിന് ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടാകും, വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം പുള്ളി ഒരു കമൻട്രി എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ നമുക്ക് അതിനോടൊരു സ്നേഹം വരികയും വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയൊക്കെ ചെയ്യാം. അതേപോലെ നമ്മുടെ സംഭാഷണങ്ങൾക്കിടയിൽ വാവ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ട് കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷ് വൊക്കാബുലറീസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം അവരുടെ മേഖലയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പക്ഷേ ആക്ച്വലി അവരൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ കടിച്ചപ്പൊട്ടാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇവർ ഭയങ്കര പണ്ഡിതന്മാരായിരിക്കില്ലേ, വളരെ പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്നൊരു തോന്നൽ വരും. ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ വിചാരിച്ചോട്ടെ, നിങ്ങളെന്ന് കൺവിൻസ് ചെയ്യാൻ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു കുളിരും ഒരു സന്തോഷവും ഒരു രോമാഞ്ചവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ അത് കളയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും ഒരു കാര്യം നമുക്ക് തന്നെ അറിയാം, അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ പുറത്തേക്കൊക്കെ പോകുമ്പം മലയാളികളോട് ഇംഗ്ലീഷ് പറയാൻ പ്രത്യേകിച്ച് പേടിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻസിന്. കാരണം ഇവർ ഇംഗ്ലീഷിലെ ഗ്രാമറും കാര്യങ്ങളും എല്ലാം തപ്പും. നമുക്ക് ഭയം വരുന്നതാണ്. നമുക്ക് ഭയം പലപ്പോഴും ഉണ്ടാകുന്നത് മലയാളികൾ മലയാളികളുടെ മലയാളത്തെ തപ്പി നോക്കത്തില്ലെങ്കിലും അവർ മലയാളികളുടെ ഇംഗ്ലീഷ് നോക്കിയിട്ട് പറയും ലാംഗ്വേജ് മോശമാണ് കേട്ടോ, ഫോണറ്റിക്സ് മോശമാണ് കേട്ടോ, ആക്സെൻറ്റ് മോശമാണ് കേട്ടോ, ഡിക്ഷൻ മോശമാണ് കേട്ടോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയാം. അപ്പം ഇതൊക്കെ ആക്ച്വലി സ്റ്റോക്ക്ഹോം സിൻഡ്രോത്തിൻ്റെ ഭാഗമാണെന്നാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതും. അതിന് കുറേ തെളിവുകളും ഉണ്ട്. നമ്മുടെ പാഠ്യപദ്ധതികൾ, നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന എല്ലാവരും ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ മകൻ ബ്രിട്ടീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെ ബ്രിട്ടീഷ് സിലബസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഗമ പോലെയായിരുന്നു പറയുന്നത്. ഒരു പ്രൗഢിയുടെ ഭാഗമായിരുന്നു അന്ന്, അല്ലെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പറയുന്നത്. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൽ പഠിക്കുമ്പം കൊളോണിയൽ കാലഘട്ടത്തിലെ ആൾക്കാരെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ ഈ പറഞ്ഞ മുഗളന്മാരെക്കുറിച്ച് പറയും. മുഗളന്മാർ ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ ലാൽ കിലയിലൊക്കെ പോകുന്ന സമയത്ത്, അതായത് റെഡ് ഫോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഷാജഹാൻ ചെയ്തിരുന്ന കാര്യങ്ങളും ഷാജഹാൻ്റെ ഭാര്യമാരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ റൂമുകളും അവിടെ ഉണ്ടാക്കിയിടുമ്പോൾ ആ റൂമിന് എണ്ണം നോക്കിയാൽ ഇദ്ദേഹത്തിന് എത്രത്തോളം ഭാര്യമാരുണ്ടെന്ന് തോന്നും. ഇതൊക്കെ ഈ പുള്ളി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ലവിൻ്റെ സിമ്പലാക്കി മാറ്റുകയും ഈ മുംതാസ് മഹൽ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നമ്മുടെ അറിവുകളും നമ്മുടെ ബ്രെയിൻ സെറ്റും എല്ലാം, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ബേസ് കൊണ്ട് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള സമയത്ത് ഇന്ത്യയിൽ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പല മേഖലകളിൽ. ഇവരുടെ ആരുടെയും പേരുകൾ നമ്മളെ ലിറ്ററേച്ചറിലോ ഒന്നിലും കാണാനില്ല എന്നുള്ളതാണ്. ആര്യഭട്ടനെ കുറിച്ചോ ഭാസ്കരാചാര്യരെ കുറിച്ചോ പഞ്ചസിദ്ധാന്തിക എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരാഹമിഹിരനെ കുറിച്ചോ കലാവിഷയങ്ങളിൽ മനുഷ്യൻ്റെ ഇമോഷൻസിനെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞ നാട്യശാസ്ത്രങ്ങൾ എഴുതിയ അനവധി ഗുരുക്കന്മാർ, ഭരതമുനി മാത്രമല്ല അനവധി ഗുരുക്കന്മാരെ കുറിച്ചോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രാഷ്ട്രീയപരമായിട്ട് നമ്മളെ മുദ്ര കുത്തും. ഇതൊരു റൈറ്റ് സൈഡ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്വദേശീവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്നൊക്കെ. ഇല്ല, ഒരിക്കലുമില്ല. രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് രാഷ്ട്രീയക്കാർ വന്നും പോവും. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രാഷ്ട്രീയങ്ങൾ വന്നു പോകും. അതൊന്നും നമ്മുടെ വിഷയങ്ങളെയല്ല. നമ്മൾ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ഋഷിമാരുടെ സംഭാവനകളെക്കുറിച്ചാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോത്തിൻ്റെയും ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ഇൻഫ്ലുവൻസ് തലയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫോക്ലോറുകളെക്കുറിച്ചും തന്ത്രശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന പണ്ഡിതന്മാർ
അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എത്താത്തത് കൊണ്ടും കൂടിയായിരിക്കാം. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിനൊരു ഇത് തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും തുടക്കകാലങ്ങളിൽ ഇതൊക്കെ ശരിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ കാലക്രമേണ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കല്ലുകടി ഫീൽ ചെയ്യും. ആ കല്ലുകടിയിൽ നിന്നുമാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ അനുഭവങ്ങളുടെ തലത്തിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ ശരി ഏതാ തെറ്റേതാ, ഇത് എവിടെയൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, ഒരു സാധകന് മനസ്സിലാവും. ആ സാധനാബലം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സെക്കൻഡ് ഓർഡർ നോളജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, മഹാന്മാർ, നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ വാസ്തവത്തിൽ ദ്രാവിഡാചാരമെന്നും ഈ ആര്യവൽക്കരണമെന്നും ഒക്കെ പറയുന്നത്. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല, അതിനുള്ള സാധ്യതയും ഇല്ല. ഇത് ഋഷിമാരുടെ സംഭാവനയാണ് രണ്ടും. അത് നമ്മളുടെ എല്ലാവരുടെയും സ്വത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്ത്രശാസ്ത്ര വിഷയത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇനി വേറൊരു കാര്യം കൊണ്ട് ഈ സയൻസും ചർച്ച് സംബന്ധമായിട്ട് സബ്ജക്റ്റുകളും തിരിഞ്ഞു തുടങ്ങിയത് കുറേ കാലഘട്ടത്തിന് ശേഷമാണ്.